ആലപ്പുഴ ബീച്ച് റിസോർട്ടിൽ നമ്മൾ വന്നിരിക്കണം. ഒരു ടാങ്ക് ആസിഡ് വാഷ് ചെയ്യണം. ബീച്ചിൻ്റെ സൈഡാണ് നമ്മുടെ വർക്കിംഗ് പ്ലേസ്. അല്ല, ഇപ്പോൾ ഇവിടുത്തെ ടാങ്ക് നമ്മൾ അഴിച്ചെടുത്തിരിക്കുക. അഴിച്ചെടുത്ത് അതിൻ്റെ അകത്ത് അഴുക്ക് മൊത്തം അയൺ പിടിച്ചിരിക്കുക. ഫുൾ അയണാണ്. ഇത് നമ്മളിപ്പം ആസിഡ് വാഷ് ചെയ്യാൻ പോകും. ആസിഡ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിറവ് കാണിച്ചു തരാം. ആസിഡ് ഒഴിച്ചു. ഓക്കെ, മതി. ഇനിയിപ്പോൾ ഒരു 15-20 മിനിറ്റ് നമ്മൾ ആസിഡ് നനച്ച് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ മൊത്തം ചുറ്റിക്കാൻ പോവുക. ചുറ്റിച്ച് കഴിയുമ്പോൾ ഈ ആസിഡ് കംപ്ലീറ്റ് എല്ലായിടും ആവും. ടാങ്ക് ഉരുട്ടുക. ടാങ്ക് ഉരുട്ടി ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആസിഡ് പറ്റിക്കുക. വേണ്ട. ഓക്കെ, ഇനി തിരിച്ചുരുട്ട്. ഓക്കെ, ഇനി നേരെയാക്കി വെച്ചു. നേരെയാക്കി. ഈ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് പുകയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആസിഡ് കംപ്ലീറ്റ് കമത്തിക്കളയാണ്. ഒന്നാട് ഉടഞ്ഞോളാം. ഇനി നേരെ അയക്കും. കംപ്ലീറ്റ് അയണം ആസിഡുമായിട്ട് പിടിച്ച് വേസ്റ്റൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി നമ്മളിത് വാഷ് ചെയ്യും. ഇനി പെട്ടെന്ന് വയ്ക്കുള്ളൂ. വെള്ളം ഒഴിച്ച് കഴുകി കിട്ടും. ടാങ്കിൻ്റെ ഉള്ളിൽ ചുറ്റും അടിച്ചു വെള്ളം ഒഴിച്ച് കഴുകുക. ഇനി ഇനിയിപ്പോൾ സുഖമായിട്ട് നമുക്ക് തുടച്ചെടുത്താൽ മതി. എല്ലാം വയ്ക്കുള്ളൂ. നമ്മൾ മിക്സിയിൽ കുഴക്കാൻ പോവുക. മിക്സിങ് ചെയ്യാൻ പോവുക. ഒരു പാക്കറ്റ് 2 എണ്ണം വരുന്നത്. 2 കൂടെ ചേർത്തിട്ട് കുഴക്കും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുക. കോപ്പർ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ടാങ്കിന് 2 പൊട്ടലുണ്ടായിരുന്നു. 2 പൊട്ടലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഹോളടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമ്മളിവിടെ MCയിൽ പാക്ക് ചെയ്യും, അകത്തുനിന്ന് പുറത്തുനിന്ന്. പിന്നെ ഇത് വെള്ളം കയറുമ്പോൾ വികസിച്ച് വിട്ടുപോകത്തില്ല, സ്ട്രോങ് ആയിരിക്കും. കോപ്പർ കമ്പി ആയതുകൊണ്ട് ദ്രവിച്ചും പോകത്തില്ല. കട്ടിങ്ങെടുക്കണം. കട്ട് ചെയ്തോ? എല്ലായിടത്തും കൂട്ടേ 2 കൂട്ടുണ്ട്. ഓണാക്കി. ടാങ്കിൻ്റെ അകത്തുനിന്ന് വന്ന വേസ്റ്റായി കാണുന്നത് ഈ മഞ്ഞ നിറത്തിൽ. അപ്പോൾ ടാങ്ക് നമ്മൾ ആസിഡ് വാഷ് ചെയ്തിട്ടുണ്ട് പക്കായിട്ട്. പുത്തൻ ടാങ്ക് പോലെ ആക്കിയിട്ടുണ്ട്. ഫ്രഷ്. അല്ല, കംപ്ലീറ്റ് അഴുക്ക് പോയിട്ടുണ്ട്. ഇനി ഈ ടാങ്കിനകത്തൊരു പൊട്ടലുണ്ട്. ആ പൊട്ടൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് MCയിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ലീക്കൊക്കെ മാറും. അത് ഞാൻ വീഡിയോ ഇട്ട് തരാം ചെയ്തിട്ട്. ഗ്യാപ്പ് നമ്മൾ തുളയിട്ട ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് MCയിൽ കയറണം.
ഇടിച്ച് കയറ്റാ. അയ്യോ ഇവിടെ ഇതിലോട്ട് കയറട്ടോ. ആ ആ നിൽക്കട്ടെ. ഇനി അപ്പുറത്തെ പൊട്ടലിൻ്റെ അവിടെ കയറും. അപ്പോൾ ടാങ്കൊക്കെ നമ്മൾ എം സിയിൽ ബാക്കി ഇരിക്കുക 2 സൈഡിൽ. നമ്മളൊരു പൊട്ടലുള്ളതെന്നാണ് വിചാരിച്ചു. ഇത് കഴുകി വന്നപ്പോഴാണ് അത് പൊട്ടൽ കാണാൻ പറ്റിയത്. ഇതാണ് 2 പൊട്ടൽ കേട്ടോ. ഇനി ഇതിനകത്തൊരു തുള്ളി വെള്ളം പോകത്തില്ല. ഇപ്പോൾ ഏകദേശം പുതിയ ടാങ്ക് പോലെ ആയി സംഭവം. കുറേ ലീക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് പഴയ ലൈനെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ പൈപ്പ് ഇടുക. സാധനം പ്രഷർ പമ്പ് വെച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ ഈ ടാങ്ക് കൂടെ പാരൽ ചെയ്തിട്ട് നമ്മുടെ ആ പൊട്ടിയ ടാങ്ക് കൂടെ വെക്കാൻ പോകും. അത് നിർത്തി പിടിക്കുക, അവിടെ തിരിയരുത്, അകത്തുനിന്ന് പിടിക്കും. പഴയ ടാങ്കിനിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു, കംപ്ലൈൻറ്റ്. അത് മാറിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഇട്ടോടാ, ഇവിടെ ഇട്ടു. ഇതിലട്ടോ, അത് പിടിച്ചേ, കറങ്ങല്ലേ, അകത്ത് വന്നിട്ട് പിടിച്ചു. അത് അഴിക്ക് പിരിവെട്ടി കയറിയ പിടി, ഞാൻ അഴിച്ചോളാം, പിടി. നേരെ പിടിച്ചാ